നമ്മൾ ദുഃഖിപ്പിക്കരുത്. പല കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. 28 വാക്യം, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാനുണ്ടാകണം. കള്ളൻ മുട്ടുള്ളവർക്ക് നമ്മൾ ദാനം ചെയ്യണം, സൽപ്രവൃത്തികൾ ചെയ്യണം. മാത്രമല്ല കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കരുത് എന്ന് പറയാം. അധ്വാനിക്കണം, നല്ല കാര്യങ്ങൾ കൈകൊണ്ട് പ്രവർത്തിക്കണം, നന്നായിട്ട് അധ്വാനിക്കണം. ആ ആശയമൊക്കെ നമുക്ക് അവിടെ ഒന്നും കാണുവാനായിട്ട് കഴിയും. പണ്ടൊരാൾ ഇങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് കേട്ടിട്ടുണ്ട്, ദൈവമേ വിശ്രമിക്കേണ്ടതിനായി നീ പകലിനെയും ഉറങ്ങേണ്ടതിനായി രാത്രിയെയും സൃഷ്ടിച്ചതിനായിട്ട് സ്തോത്രം. ആ പ്രാർത്ഥന ശരിയല്ല എന്ന് നമുക്കറിയാം അല്ലേ? നാം അധ്വാനിക്കേണ്ടവരാണ്. ദൈവം നമുക്ക് കൃപ തരട്ടെ. മാത്രമല്ല ആ പാരഗ്രാഫിൽ അതിപ്രാധാന്യമേറിയ മറ്റൊരു കാര്യം പറയുന്നത് നമ്മുടെ വാക്കുകളെ കുറിച്ചാണ്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം. ആകാത്തതൊന്നും നിങ്ങളുടെ നാവിൽ നിന്ന് ഉണ്ടാകരുത്. ആകാത്ത വാക്കുകൾ നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. ഒരുപക്ഷെ കോപം വന്നേക്കാം, ദേഷ്യം വന്നേക്കാം, എങ്കിലും ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് വരരുത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 36-ാം വാക്യത്തിൽ കർത്താവ് പറയുന്നു, എന്താ പറയുന്നത്? മനുഷ്യൻ പറയുന്ന ഏത് നിസ്സാര വാക്യം. വാസ്തവത്തില് ഒരു കൊച്ചു വാക്കിന്, ഒരു നിസ്സാര വാക്കിന് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ കണക്ക് കൊടുക്കണമെന്ന് പറയാൻ ദൈവം എന്താ ഇത്ര അങ്ങ് കൃത്യമായിട്ട് ഇത് പറയുന്നത്? അതിന്റെ കാര്യങ്ങൾ മുകളിൽ പറയുന്നുണ്ട്. വൃക്ഷത്തെ എങ്ങനെ അറിയാന്ന് പറയുന്നത്? ഫലം കൊണ്ടല്ലോ തിരിച്ചറിയുന്നത്, ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായ സംസാരിക്കുന്നത്. ഞാൻ വിശദീകരിക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ. ഒരു നിസ്സാര വാക്കിന് പോലും കണക്ക് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അത് ഗംഭീരമായ പദം തന്നെയാണ്. എന്താണെന്നറിയാമോ? ഞാൻ ഒരു നിസ്സാര വാക്ക് പറയുമ്പോൾ ഞാൻ ആരാണ് എന്നറിയാൻ പറ്റും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഞാൻ രക്ഷിക്കപ്പെട്ടവനാണോ രക്ഷിക്കപ്പെടാത്തവനാണോ, ഞാൻ ജഡികനാണോ ആത്മീകനാണോ, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നവനാണോ ഭയപ്പെടാത്തവനാണോ, എന്റെ ഒറ്റ വാക്കിലൂടെ അറിയാൻ പറ്റും. ഒറ്റ വാക്കിലൂടെ അറിയാൻ പറ്റും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, സന്തോഷത്തോടിരിക്കുമ്പോൾ പറയുന്ന വാക്കുകളല്ല ഇവിടെ പറയുന്നത്. സാധാരണ പറയാറുണ്ടല്ലോ, പാമ്പിനെ ഇങ്ങനെ മണ്ണ് നുള്ളിയിട്ടാല് അത് മൂർഖനാണോ ചേരയാണോ എന്ന് അറിയുകയുള്ളൂ. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ വാക്ക് എങ്ങനെയുണ്ട്, ഒരു പ്രത്യേക സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ വാക്കുകൾ എങ്ങനെയുണ്ട്, അത് ദൈവം വളരെ കുറിക്കൊള്ളും. ആകാത്തതൊന്നും പറയരുത്. ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ചങ്കിലിരുന്ന് ദുഃഖിക്കും. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാൻ വെറും നിസ്സാരരായ എനിക്കെന്ത് അധികാരം? പാടില്ല പ്രിയപ്പെട്ടവരെ, പാടില്ല. ദൈവത്തിന്റെ ആത്മാവിനാൽ നമ്മുടെ തൊണ്ട നനയണം, ദൈവാത്മാവിനാൽ നമ്മൾ നിറയണം. അതിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ആശയം ഞാൻ വിശദീകരിക്കാതെ പോകുന്നു. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 19-ാം വാക്യം, ആത്മാവിനെ കെടുക്കരുത്. 1 തെസ്സലോനിക്കർ 5:19. പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. കെടുക്കരുതെന്ന് പറഞ്ഞാൽ ഡു നോട്ട് quench the Holy Spirit. ഒരു അഗ്നികുണ്ഡം ഇങ്ങനെ കത്തിയെരിയുക, അതിന്റെ മുകളിലേക്ക് ഒരു നനഞ്ഞ കാർപ്പറ്റ് എടുത്തിട്ട് അതങ്ങ് കെടുത്തിക്കളയുക. അങ്ങനെ പാടില്ലെന്നാ പറയുന്നത്. അത് ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ കെടുക്കാൻ നമ്മൾ അനുവദിക്കരുത്. ഈ ഭാഗത്തത് കാണുന്നുണ്ടെങ്കിലും 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ കൊരിന്ത്യയിലെ വിശ്വാസികളെ തികച്ചും വചനയോഗ്യമായ രീതിയിൽ സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്ത പൗലോസ് അവരോട് പറയുന്നു, ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. സ്പിരിച്വൽ ഗിഫ്റ്റ്സ്, കൃപാവരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത്. 7-ാം വാക്യത്തിൽ വായിക്കുന്നു, ഓരോരുത്തരും ആത്മാവിന്റെ പ്രകാശനം പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. ദൈവാത്മാവിന്റെ പ്രകാശനം, ആ പ്രകാശനം കിട്ടുമ്പോഴാണ്, ആ പ്രകാശനത്തിനാണ് കൃപാവരങ്ങൾ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ആത്മാവ് വ്യത്യസ്തങ്ങളായ കൃപാവരങ്ങൾ ഓരോ വിശ്വാസികളും തന്നിട്ടുണ്ട്. എന്തിനാ തന്നിട്ടുള്ളത്? അത് പൊതുപ്രയോജനത്തിനാണ്. എന്ന് പറഞ്ഞാൽ ആ കൃപാവരങ്ങൾ എനിക്ക് പ്രാവർത്തികമാക്കണം, ഞാനങ്ങ് പ്രസംഗിച്ചാൽ മതി, അതല്ല എന്റെ അർത്ഥം. എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയിട്ട് എന്റെ ജീവിതം മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടണം. ദൈവത്തിന് സ്തോത്രം. ആ പൊതുപ്രയോജനം നമ്മളിൽ ഉണ്ടാകണം. ഞാൻ ചുരുക്കി പറയട്ടെ, എനിക്ക് കിട്ടിയ കൃപാവരങ്ങൾ ഞാൻ വിനിയോഗിക്കുന്നുവെങ്കിൽ, അത് വ്യാപാരം ചെയ്യുന്നുവെങ്കിൽ ദൈവത്തിന് പരിശുദ്ധാത്മാവ് പ്രകാശിക്കും. അതിനെ കൊണ്ട് കുഴിച്ചിട്ടാലോ കെട്ടുപോകും. പരിശുദ്ധാത്മാവിന് പ്രകാശിക്കാൻ പറ്റുകയില്ല. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കിട്ടിയ ചെറിയ കൃപാവരങ്ങൾ, അതിൽ മാത്രം വിശ്വസ്തത പുലർത്തിയാൽ മതി പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മളെ ആദരിക്കും. അല്പത്തിൽ വിശ്വസ്തനായിരുന്നാൽ അധികത്തിന് അവൻ നമ്മെ വിചാരകരാക്കും. കർത്താവ് നമുക്ക് കൃപ തരട്ടെ. നമുക്ക് കിട്ടിയ കൃപാവരങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കാറുണ്ടോ? ചില ആളുകൾ പറയുന്നത്
എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഒരു കൃപാവരവും കിട്ടിയിട്ടില്ല. അത് ഏറ്റവും വലിയ അഭ്യാസമാണെന്ന് പറഞ്ഞാൽ, ഞാൻ വെറുതെ ഇരിക്കണമെന്നുള്ള ചിന്തയിൽ എന്റെ പണം പോകരുത്, സമയം പോകരുത്, അധ്വാനം ചെലവാകരുത്. അതിനുവേണ്ടി വെറുതെ പറയുന്ന ഒരു കാര്യമാണ്. ഇന്ന് പകരം ഞാൻ വളരെ വ്യക്തമായിട്ട് ഓർപ്പിക്കട്ടെ, ദൈവം നമുക്ക് വിവിധങ്ങളായ കൃപാവരങ്ങൾ തന്നിട്ടുണ്ട്. ആ കൃപാവരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. എനിക്ക് പാട്ടുപാടാൻ കൃപയുണ്ടോ? എങ്ങനെ അറിയാൻ പറ്റും? ഞാൻ പാടുമ്പോൾ കൂടെ ആർക്കും ചേർന്ന് പാടാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ മനസ്സിലാക്കി തൽക്കാലം എനിക്ക് അങ്ങനെ ഒരു കൃപ. പ്രസംഗിക്കാൻ കൃപയുണ്ടോ? ഞാൻ പ്രസംഗിക്കുമ്പോൾ ആർക്കും ഒരു കൃപയും കിട്ടുന്നില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കണം അങ്ങനെയുള്ള പല കാര്യങ്ങളിൽ ഞാൻ കടക്കുന്നില്ല. കൃപാവരങ്ങളെ നമ്മൾ വിനിയോഗിക്കേണ്ടത് അത്യാവശ്യമായ കാര്യമാണ്. 1, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 2, പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. 3, ഗലാത്യർ 5:16 ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നത് നമ്മെ സകല സത്യത്തിനും വഴി നടത്താനാണ്. ആ ആത്മാവ് നമ്മോട് മകനെ വഴിയിതാകുന്നു, മകനെ നീ അത് ചെയ്യരുത്, മകളെ നീ അത് ചെയ്യരുത്, നീ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതികരണം എന്താണ്? അത് കർത്താവിന് വളരെ വിലയുള്ളതാണ്. നമ്മെ നടത്തുവാൻ ഏൽപ്പിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? ദൈവം നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കണം. അത് അത്യാവശ്യമായ കാര്യമാണ്. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ ആ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട്, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല നിശ്ചയം. ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല നിശ്ചയം എന്നാണ് പറയുന്നത്. ജഡത്തിന്റെ പ്രവൃത്തികളോടൊരു വിരാമം കുറിക്കും. ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ, ദൈവാത്മാവിനെ അനുസരിച്ച് നടക്കുന്ന വിശ്വാസികൾ സഭകളിലുണ്ടായാൽ ആ സഭകളിൽ ജഡികന്മാർ കുറയും. സഭകൾ അനുഗ്രഹിക്കപ്പെടും, കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും, വ്യക്തിജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നാം ആത്മാവിനെ വേണ്ടവണ്ണം അനുസരിച്ച് നടക്കുന്നവരാണോ? ജഡത്തിന്റെ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ വരാറുണ്ടോ? നമുക്കറിയാം, യാക്കോബിന്റെ ശബ്ദം ശരീരം ആരുടെയായിരുന്നു? ഏശാവിന്റെ ശരീരം, ഇല്ലേ? ശബ്ദം യാക്കോബിന്റേതാണ്, ശരീരം ഏശാവിന്റേതാണ്. ഒരു ഇരട്ടത്താപ്പ് നയം ഇന്ന് പലർക്കും അങ്ങനെയുണ്ടല്ലേ. ശരീരം ഏശാവിന്റെയാ, പക്ഷെ ശബ്ദം ഒരാത്മീകന്റെ ശബ്ദം. പക്ഷെ ഉള്ളിലുള്ളത് എന്താ? ജഡമാ. ഏശാവ് ജഡത്തെയാണല്ലോ കാണിക്കുന്നത്. ഇന്ന് പല ആളുകളും പലയിടങ്ങളിലും അങ്ങനെ വളരെ സൗരവിഹാരം നടത്തുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു തെറ്റല്ല പ്രിയപ്പെട്ടവരെ. ഉള്ളിലൊന്നിരിക്കെ പുറത്തു വേറെന്ന് പറയുന്നു, ഉള്ളിലൊന്നിരിക്കെ പുറത്തു മറ്റൊന്ന് സംസാരിക്കുന്നു. അത് പാടില്ല പ്രിയപ്പെട്ടവരെ. ആത്മാവിനനുസരിച്ച് നടക്കുന്നവൻ ജഡത്തെ അനുസരിച്ച് നടക്കുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു. യോസഫിന്റെ അടുക്കൽ സഹോദരന്മാരും എന്ന് പറഞ്ഞത് എന്താ പറഞ്ഞത്? ഞങ്ങൾ പരമാർത്ഥികളാ, അല്ലേ? ഞങ്ങൾ പരമാർത്ഥികളാ. ഞങ്ങളുടെ സഹോദരനെ പൊട്ടക്കളത്തിൽ ഇട്ടിട്ടില്ല, ഞങ്ങൾ വിറ്റിട്ടില്ല, ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ഞങ്ങൾ അത്ര നല്ല ആളുകളാ, ഞങ്ങൾ പരമാർത്ഥികളാ. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, അവര് കപടം വെച്ചല്ലേ അത് പറയുന്നത്. അവരുടെ മനസ്സിലറിയാം അവർ വലിയ കപടക്കാരാണെന്ന്, വഞ്ചകരാണെന്നറിയാം. എന്നിട്ടും അവർ പറയുന്നു ഞങ്ങൾ പരമാർത്ഥികളാണ്. നമുക്കും ഇങ്ങനെ പറയാൻ പറ്റും. നമുക്കും പൊയ്മുഖങ്ങൾ വെച്ച് ആത്മീയരായി സഭകളിൽ നിൽക്കാൻ കഴിയും, കുടുംബങ്ങളിൽ നിൽക്കാൻ കഴിയും. പക്ഷെ ഇന്ന് പകല് ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവം നമ്മളെ കാണുന്നുണ്ട്. അഗ്നിജാലയ്ക്കൊത്ത കണ്ണോടുകൂടി അവൻ നമ്മൾ നോക്കുമ്പോൾ ഒരു പുനഃപ്രതിഷ്ഠ ചെയ്ത് കടന്നു പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. വെള്ളം വറ്റിപ്പോകാതെ വണ്ണം നമ്മുടെ തൊണ്ട സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ദൈവവചനമാകുന്ന വെള്ളം, ദൈവത്തിന് പരിശുദ്ധാത്മാവാകുന്ന വെള്ളം, ആ വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനയണം. തൊണ്ട നനയുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മ നിറവുണ്ടാവുക. പരിശുദ്ധാത്മ നിറവുണ്ടാകണമെങ്കിൽ 3 കാര്യങ്ങൾ. 1, ദൈവത്തിന് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. 2, പരിശുദ്ധാത്മാവിനെ കെടുക്കരുത്. 3, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടപ്പീൻ. അങ്ങനെ നമ്മൾ നടക്കുമ്പോൾ അത് ജീവിതത്തിൽ എന്തോ ഒരു ഭാഗ്യമായിരിക്കും. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്കറിയാം, ആ കല്ലറകളിൽ കിടന്ന ആ മനുഷ്യൻ അവൻ തന്നെത്താൻ ചതക്കുക, അല്ലേ? തന്നെത്താൻ ചതക്കുക. അവനൊരു പ്രശ്നവും ഇല്ല. അവന്റെ ശരീരം മുറിയുമെന്നോ അവന്റെ ശരീരം കേട് സംഭവിക്കുമെന്നോ ഒന്നും അവനൊരു ചിന്തയില്ല. കല്ലെടുത്ത് അവൻ ചതക്കുകയാണ്. എന്താ കാര്യം എന്നറിയാമോ? അവൻ ദുരാത്മാവിനാൽ നിറയപ്പെട്ടവനായിരുന്നു. ഞാൻ അവിടെ ഒന്ന് വേറെ പ്രാവശ്യം ഓർപ്പിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഒരു വ്യക്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാൽ, പരിശുദ്ധാത്മാവിനാൽ അവന്റെ തൊണ്ട നനഞ്ഞാൽ, കർത്താവിന് വേണ്ടി എന്തും ചെയ്യാൻ അവനൊരു മടിയും ഉണ്ടാവുകയില്ല. അയ്യോ, എന്റെ ശരീരം വേദനിക്കുമല്ലോ, എന്റെ ശരീരം മുറിയുമല്ലോ, എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ, ഒന്നും ചിന്തിക്കയില്ല.
പരിശുദ്ധാത്മാവിന് നിറവുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി എന്തും ചെയ്യുവാൻ നമുക്ക് കഴിയും. അങ്ങനെയുള്ള ജീവിതങ്ങളെയാണ് ദൈവം ഈ പകലിൽ അന്വേഷിക്കുന്നത്. നമുക്കറിയാം, ഈ പരിശുദ്ധാത്മ നിറവിനെ കുറിച്ച് വായിച്ചപ്പോൾ ആ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട്, വീഞ്ഞു കുടിച്ച് മത്തരാകരുതെന്ന് പറഞ്ഞാൽ വേഗത്തിലൊക്കെ പറഞ്ഞു പോകാം. ഒരാൾ സുബോധത്തോട് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാ, മൂക്കുമുട്ട കുടിച്ച് വീട്ടിലേക്ക് വരാൻ വയ്യ, അദ്ദേഹം റോഡിലങ്ങ് ഇരുന്നു. അദ്ദേഹം അവിടെ ഒമിറ്റ് ചെയ്ത് അവിടെ കിടന്നു, അതിൻ്റെ അകത്തോട്ടം കിടന്നു. ഞാൻ ചോദിക്കട്ടെ, ഈ മനുഷ്യൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്റെ അഭിമാനം ഇടിഞ്ഞു വീഴും, ഞാൻ വീട്ടിൽ കിടക്കേണ്ടി വരും, ഇവിടെ വന്ന് റോഡിൽ കിടക്കുകയാണ്, ഞാൻ ഈ ഛർദിലിനകത്ത് കിടക്കുകയാണ്, ഇതുവല്ല അവന് വിഷയമുണ്ടോ? എന്നാ കാര്യം? അവൻ വീഞ്ഞു കുടിച്ച് മത്തനായിരിക്കുകയാണ്, വീഞ്ഞ് അവനെ നിയന്ത്രിക്കുകയാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് ഒരു ദൈവവയലിനെ നിയന്ത്രിക്കുന്നെങ്കിൽ അവന് കർത്താവിനായിട്ട് ഏത് അപമാനവും സഹിക്കാൻ അവനൊരു മടിയും ഉണ്ടാവുകയില്ല, എന്തും ചെയ്യാൻ അവന് മടിയുണ്ടാകുകയില്ല. ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ. ചെരുപ്പൂരി പോകാതെ വണ്ണം നിന്റെ കാലും, വരണ്ടു പോകാതെ വണ്ണം തൊണ്ടയും സൂക്ഷിച്ചുകൊള്ളുക. പ്രവാചകൻ തുടർന്ന് പറയുന്നു, നീയോ അത് വെറുതെ. പ്രവാചകന്റെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ ആളുകൾ പറയുക, അല്ലയോ പ്രവാചക, നീ പറയുന്നത് വെറുതെയാണ്, ഞങ്ങൾ അന്യന്മാരെ സേവിക്കും. ഈ കേട്ടതൊക്കെ ശരി, ഞങ്ങൾക്കിത് ബാധകമല്ല എന്ന് പറയുന്ന ജീവിതങ്ങളോട് അടുത്ത വാക്യത്തിൽ യെരമ്യാവ് പറയുന്നത്, കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിക്കുന്നത് പോലെ അവർ ലജ്ജിച്ചു പോകും. രാത്രിയിൽ ഒരാൾ വീട്ടിൽ കയറി മോഷണം നടത്തുകയാണ്. വീട്ടുതാരം പെട്ടെന്ന് ലൈറ്റിട്ട് ആളിനെ പിടികൂടി മുഖത്ത് നോക്കിയപ്പോഴാണ് അയൽവാസിയാണെന്ന് മനസ്സിലായത്. അവനെന്തോ ഒരു ലജ്ജയായിരിക്കുമല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ അഗണ്യമായി കരുതുന്ന ദൈവജനത്തോട് പ്രവാചകൻ പറയുകയാണ്, കള്ളനെ കണ്ടുപിടിക്കുമ്പോൾ അവൻ ലജ്ജിക്കുന്നത് പോലെ അവർ ലജ്ജിച്ചു പോകും. വേണ്ട പ്രിയപ്പെട്ടവരെ, അന്ന് നമുക്ക് ലജ്ജിക്കാനുള്ളവരല്ല. ആ മകൻ സുദിനത്തിൽ നമ്മൾ അനേക കിരീടങ്ങൾ തലയിൽ വെച്ച് അവന്റെ മുമ്പിൽ രാജാക്കന്മാരെ പോലെ വാഴുവാനുള്ളവരാണ്. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആരും നഷ്ടമാക്കി തീർക്കരുത്. നമുക്ക് നമ്മുടെ കാലിൽ ഈ ചെരുപ്പുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഈ 2010 ഈ ചെരുപ്പ് എത്ര പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. ഒത്തിരി ഒഴിവഴികൾ നമുക്ക് പറയാറുണ്ട്. കർത്താവിന് ഒരു ഒഴിവഴിയും ഒരു തടസ്സവും കർത്താവിന് കേൾക്കണ്ട. നമ്മുടെ ഒരു തടസ്സവും കർത്താവിന് കേൾക്കണ്ട. ചെരുപ്പിട്ടുണ്ടെങ്കിൽ ഇറങ്ങിയാൽ മതി എന്നാണ് പറയുന്നത്. മാത്രമല്ല, വെള്ളത്താൽ നമ്മുടെ തൊണ്ട നനയണം. ദൈവത്തിന്റെ വചനത്താൽ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ തൊണ്ട നനയണം. നമ്മൾ കേട്ട വചനത്തിന് മുമ്പിൽ നമ്മളെ തന്നെ ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാം. എവിടെയെങ്കിലും പരാജയം വന്നു പോയിട്ടുണ്ടെങ്കിൽ, എവിടെയെങ്കിലും വീഴ്ച വന്നു പോയിട്ടുണ്ടെങ്കിൽ, കർത്താവേ സംഭവിച്ചു പോയി എന്ന് നമുക്കങ്ങ് പറയാം. ഇനി എന്റെ ജീവിതത്തിലൊരു നവീകരണം ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കർത്താവേ എന്ന് നമുക്ക് പറയാം. അങ്ങനെ പറയുന്നത് കേൾക്കാൻ കർത്താവിന് എന്തൊരു ഇഷ്ടമാണെന്നറിയാമോ? അവൻ നമ്മളെ നോക്കുകയാണ്. എന്തെങ്കിലും പറയാനുണ്ടോ? ദൈവവചനത്താൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി, സ്നേഹം അറിയിക്കുന്നു. കർത്താവ്